ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈം ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ നിഷ്കന്ന ചേച്ചിയുടെ ഫ്രീ മെമ്പർഷിപ്പ് ലൈവ് പ്രോഗ്രാമും തുണിയഴിക്കൽ ഷോയിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു നിഷ്കന്ന ചേച്ചി മാത്രമായിരിക്കും ഇതുപോലുള്ള പരിപാടികളൊക്കെ, അതായത് മെമ്പർഷിപ്പ് ലൈവ് എടുത്തിട്ട് പൈസ അടിച്ച് മാറ്റുന്നത്, അങ്ങനെ ഫ്രീ ആയിട്ട് തുണി അഴിച്ച് കാണിക്കുന്നത് നിഷ്കന്ന ചേച്ചി മാത്രമായിരിക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചേക്കുന്നത്. വേറെ ഇതുപോലുള്ള ലേഡീസിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടാവാൻ വഴിയില്ല. വാഴയുടെ ചോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ചീരയും നനയും എന്നുള്ളൊരു പരിപാടി എടുക്കുന്ന വേറൊരു ചേച്ചിയുണ്ട്. ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമല്ല നമുക്ക് ഇതുവരെ അറിയുള്ളൂ. ഫ്രീ മെമ്പർഷിപ്പ് കൊടുത്ത് ഹോട്ട് ലൈവ് കാണിക്കുന്ന ഫേമസ് ആയിട്ടുള്ള നമ്മുടെ നിഷ്കന്ന ചേച്ചിനെ പോലെയുള്ള ആൾക്കാരെ മാത്രമേ എല്ലാവർക്കും പരിചയം ഉണ്ടാവാൻ വഴിയുള്ളൂ. അതല്ല, നമ്മുടെ അറിയപ്പെടാത്ത പോയ കുറച്ച് സെലിബ്രിറ്റീസും ഉണ്ട് ഈ ഒരു കാറ്റഗറിയിൽ. നമുക്ക് എന്തായാലും ആളെ ഒന്ന് പരിചയപ്പെടാം. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഞാൻ ഈ ചേച്ചിയുടെ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്ന പരിപാടിയാണ് എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ജസ്റ്റ് നോർമലി ഒരു ലേഡി വന്നിട്ട്, ഒരു വീട്ടമ്മയാണ് പുള്ളിക്കാരി. നിഷ്കന്ന ചേച്ചീൻ്റെ അത്രയും വരത്തില്ലെങ്കിലും അത്യാവശ്യം സൈസൊക്കെ ഉള്ള ഒരു എന്താ പറയുക 40 കഴിഞ്ഞിട്ടുള്ള ഒരു വീട്ടമ്മയാണ് പുള്ളിക്കാരി. അത്യാവശ്യം എല്ലാ നല്ല വലിപ്പമൊക്കെ ഉള്ള ഒരു വീട്ടമ്മയാണ്. ഞാനിങ്ങനെ പച്ചയ്ക്ക് പറയുന്നതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്. അപ്പോൾ പുള്ളിക്കാരുടെ ലൈവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പുള്ളിക്കാരി കുറച്ച് സെക്സി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ വൾഗറും അല്ല, എന്നാൽ വൾഗറാണ് താനും. അങ്ങനെയുള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഡൗട്ടൊന്നും തോന്നിയില്ലായിരുന്നു. പിന്നെ ഞാൻ 2-3 ദിവസമായിട്ട് റെക്കമെൻഡേഷനിൽ രാത്രിയാകുന്ന സമയത്ത് ഇവരുടെ ലൈവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു റെക്കമെൻഡേഷനിൽ. അപ്പം ഞാൻ കയറി നോക്കി. സംഭവം അത്രയും വൃത്തികെട്ട ബാഡ് കമൻസ് ആണ് ആ ഒരു ലൈവിനിടയ്ക്ക് അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും വൾഗറായിട്ടുള്ള കുറച്ച് ബാഡ് കമൻസ്. അപ്പം എനിക്ക് നോക്കി ഇതെന്താ സംഭവം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയ സമയത്താണ് അതിനകത്ത് മെമ്പർഷിപ്പ് എടുത്തവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ടാവും, സ്റ്റാർ മാർക്ക് എങ്ങാനും വെച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഈ പുള്ളിക്കാരൻ്റെ ചാനൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ എല്ലാ ചാനലും മുഴുവൻ ഒന്ന് അരിച്ച് പറക്കി. അപ്പോൾ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു മെമ്പർഷിപ്പ് ലൈവിനെ പറ്റി അറിയേണ്ട ആൾക്കാർ ഇവർക്കൊരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ആ മെയിൽ ഐ ഡിയിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതെന്താ സംഭവം എന്ന് അറിയണമല്ലോ, വെറുതെ ചുമ്മാ ഒരാളെ പറ്റി നമ്മൾ വന്നിട്ട് ആരോപണം പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് മെയിൽ ഐ ഡിയിൽ മെയിൽ ചെയ്ത് നോക്കി. സംഭവം അവർ വാട്സപ്പ് നമ്പർ അയച്ചു തന്നു. ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. ഞാൻ അങ്ങോട്ട് മെയിൽ അയച്ചിട്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ അവരെനിക്ക് റിപ്ലൈ തന്നു. ഇപ്പം ആണെങ്കിൽ 2000 ഇല്ലേ, 2000-ൻ്റെ എന്താ മെമ്പർഷിപ്പാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 മന്തിലേക്കാണ് കേട്ടോ 2000. വീക്കിലി 3 ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. നോർമൽ ലൈവ് അല്ല, ഹോട്ട് ലൈവ് ആണ്. ഇനി എന്തെങ്കിലും അറിയണോ പറഞ്ഞോ. അവിടെ യൂട്യൂബ് ഉണ്ട്, അവിടെ ജോയിൻ ചെയ്താൽ മതി. തന്നെ എബ്രോഡാണോ, ചിലർക്കാണെങ്കിൽ പുറത്തുള്ളവർക്കും കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ട്. സോ എല്ലാവർക്കും കിട്ടുന്ന ദുബായിക്ക് ആണെങ്കിൽ, നാട്ടിലാണെങ്കിൽ എല്ലാവർക്കും കിട്ടും. പുറത്ത് വേറെ എവിടെയൊക്കെ ആണെങ്കിൽ ചിലർക്കൊക്കെ ബാനാണ് കേട്ടോ. എനിക്കതിനെപ്പറ്റി അറിയില്ല. അവിടെ ജോയിൻ ഇതുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം സത്യമാണെന്ന് ഞാൻ ഉറപ്പിച്ചു. നമ്മുടെ നിഷ്കന്ന ചേച്ചിയുടെ സെയിം പരിപാടി. ചിലപ്പോൾ നമ്മുടെ നിഷ്കന്ന ചേച്ചിയുടെ ലൈവ് പ്രോഗ്രാമും മെമ്പർഷിപ്പ് ലൈവിനെ പറ്റിയൊക്കെ അറിഞ്ഞ് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണോ ഈ ചേച്ചി ഈ ഒരു പരിപാടി തുടങ്ങിയേക്കുന്നത് അറിയില്ല. എന്തായാലും സംഭവം നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ടെന്നാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാനിവിടെ കാണിക്കുന്നില്ല. സംഭവം എന്തായാലും സത്യമാണ്. ഒരുപാട് ആൾക്കാർ ഇവരുടെ ഈ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇവരുടെ ഫ്രീ ഷോ കാണാൻ വേണ്ടി കയറുന്നുണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. രാത്രി 12:30-ക്ക് ശേഷമാണ്. അത് നമ്മുടെ നിഷ്കന്ന ചേച്ചിയെ പോലെ എല്ലാ ദിവസവും ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് കാശിന് അത്രയും അത്യാഗ്രഹമൊന്നുമില്ല. ആഴ്ചയിൽ 2 ദിവസം, ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും മാത്രമാണ് നാട്ടിലെ ഇന്ത്യൻ ടൈം 12:30-ക്ക് ശേഷമാണ് ഇവരുടെ തുണി അഴിച്ചിട്ടുള്ള ഷോ കാണാൻ സാധിക്കുക. പിന്നെ നിഷ്കന്ന ചേച്ചീൻ്റെ അത്രയും കുറഞ്ഞ റേറ്റിനൊന്നും ഇവർ കൊടുക്കുന്നില്ല. ഇവർ കുറച്ച് കൂടിയ റേറ്റാണ്. നമ്മുടെ നിഷ്കന്ന ചേച്ചി 800 സംതിങ്ങിനായിരുന്നു മെമ്പർഷിപ്പ് ലൈവ് സ്റ്റാർട്ടിങ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവർ കുറച്ച് ഹൈ ബ്രാൻഡാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല ഇവരുടെ കയ്യിൽ എന്ത് വെറൈറ്റിയാണുള്ളതെന്ന്. ചിലപ്പോൾ വെറൈറ്റികൾ ഉണ്ടാവും, മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവർക്ക് മനസ്സിലാവും അല്ലേ. 2000 രൂപയ്ക്ക് മുകളിലാണ് മെമ്പർഷിപ്പ് ലൈവിൻ്റെ ചാർജ് കൊടുത്തേക്കുന്നത്. അപ്പം അത്രയും വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങൾ ചിലപ്പോൾ വിളമ്പുന്നുണ്ടാവും ലൈവിൽ, അറിയില്ല. എന്ത് തന്നെയായാലും സംഭവം സത്യമാണ്. മെമ്പർഷിപ്പ് ലൈവ് ഉണ്ട് ആൻറ്റിക്ക്. ഇനി ഇവരുടെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഇവരുടെ ചാനൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവർ ആദ്യം 1 വർഷത്തിന് മുന്നെയാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. 1 ഇയർ എഗോ എന്നാണ് കാണിക്കുന്നത്. 1 വർഷം ആയിട്ടുണ്ടാവും. ഇവർ ആദ്യമൊക്കെ മാന്യമായ രീതിയിലുള്ള നല്ല ഡെയിലി വ്ളോഗ്സും കുക്കിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരു വീട്ടമ്മയായിരുന്നു. അവരുടെ ചാനൽ നിങ്ങൾക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നല്ല രീതിയിൽ വീട്ടിൽ നടക്കുന്ന ഡെയിലി കുക്കിങ്, പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ മാന്യമായ രീതിയിൽ. സംഭവം പുള്ളിക്കാരി കുറച്ച് വണ്ണമുണ്ട്. വണ്ണം ഉള്ളതൊന്നും ആരുടെയും തെറ്റല്ല. ചിലപ്പോൾ മെലിഞ്ഞിരിക്കാം ചിലവർ, ചിലപ്പോൾ വണ്ണം വെച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ പെണ്ണുപിള്ളയ്ക്ക് കുറച്ച് വണ്ണമുണ്ട്.
പക്ഷെ പുള്ളിക്കാരി അതൊക്കെ മാന്യമായ രീതിയിൽ നഗ്നത മറച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷെ അതിനൊന്നും വലിയ റീച്ചില്ല. റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അമ്മച്ചി ചെയ്തൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു 4 മാസമേ ആയിട്ടുള്ളൂ ഈ ഒരു ലൈവ് പ്രോഗ്രാം സ്റ്റാർട്ടായിട്ട്. കറക്റ്റ് 4 മാസം, കൂടിപ്പോയ 5 മാസം. 4 മാസം 4 months എഗോ എന്നാണ് കാണിക്കുന്നത് ലൈവിൻ്റെ ഫസ്റ്റ് ലൈവ് ഇട്ടേക്കുന്നത്. അപ്പം അതിന് ശേഷം അതടാ വരുന്ന ലക്ഷക്കണക്കിന് വ്യൂസാണ്. 200K 300K 400K 250K എന്നൊക്കെ പറഞ്ഞാൽ ഡെയിലി ഇവർ നോർമലി ഉള്ള സെക്സി ലൈവൊക്കെ ഉണ്ട്. ഹോട്ട് ലൈവാണ് ആഴ്ചയ്ക്ക് 2 ദിവസം കേട്ടോ. ഡെയിലി സെക്സി ലൈവ് ഡെയിലി ഉണ്ട്, എല്ലാ ദിവസവും രാത്രിയുണ്ട്. പിന്നെ ഇവരുടെ പേര് കൊടുത്തേക്കുന്നത് യൂട്യൂബിനകത്ത് നായർ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. നായർ എന്ന് പറഞ്ഞിട്ട് ഫുൾ നെയിം ഞാൻ പറയുന്നില്ല, എനിക്കിനി സ്ട്രൈക്കൊന്നും കിട്ടി ഗുലുമാല ആക്കാൻ വയ്യ, അതുകൊണ്ടാണ് നായർ എന്ന് പറഞ്ഞിട്ടാണ്. ഇനി ഇവർ നായരാണോ നമ്പ്യാരാണോ ഒന്നും അറിയത്തില്ല. നമ്മളെ നീളാ നമ്പ്യാർ പേര് മാറ്റിയ പോലെ നായർ സമുദായത്തിനെ മൊത്തം പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ പേരിട്ട് വെച്ചേക്കുന്നത്, ഇനി അല്ല ഒറിജിനൽ നായർ ചേച്ചി തന്നെയാണോ അതും അറിയില്ല. എന്ത് തന്നെയായാലും സംഭവം നാണക്കേടാണ് നായർ സമൂഹത്തിൽ കുറച്ച് മുന്തിയ ജാതിയാണല്ലോ ഈ നായന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അവരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ പെണ്ണുമ്പോൾ ഇങ്ങനൊരു പേരിട്ട് വെച്ചേക്കുന്നത് എന്നറിയില്ല. സംഭവം എന്താണ് സത്യമാണ്. ചേച്ചി കൊല്ലംകാരിയാണ്, കൊല്ലം കൊട്ടാരക്കരയാണ് പുള്ളിക്കാരിൻ്റെ സ്വദേശം. ഹിന്ദു യുവതിയാണ്. നിഷ്കന്ന ചേച്ചി ഇസ്ലാം യുവതിയായിരുന്നു, ഇത് ഹിന്ദു യുവതി, അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ പുള്ളിക്കാരൻ്റെ ഫാമിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഭർത്താവുണ്ട്, ഇവരുടെ കൂടെ തന്നെയാണ്. ഡിവോഴ്സും കാര്യങ്ങളും സെപ്പറേഷനും ഒന്നും അങ്ങനെയൊന്നുമല്ല, ഇവരുടെ കൂടെ തന്നെയാണ്. പിന്നെ ഒരു മകളുണ്ട്. ആ മകളുടെ കാര്യം കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് വിഷമം തോന്നിപ്പോയിട്ടോ. മകള് കിടക്കുകയാണ്. അത് മുന്നേ എന്തോ കുഞ്ഞു പ്രായത്തിലെങ്ങാനും ബ്രെയിനിലെങ്ങാനും എന്തോ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് ഫുള്ള് ബെഡ് റിഡൺ പേഷ്യൻ്റ് പോലെ കിടക്കുകയാണ്. മൂക്കിലൂടെയാണ് ട്യൂബ് ഇട്ടിട്ടാണ് ഫുഡൊക്കെ കൊടുക്കുന്നത്. അത് കണ്ടപ്പോൾ സത്യത്തിൽ വിഷമം തോന്നിപ്പോയിട്ടോ. അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണല്ലോ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് തോന്നിയപ്പോൾ ശരിക്കും എനിക്ക് വിഷമമായിപ്പോയി. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി ഈ ലൈവ് പ്രോഗ്രാം ഇട്ട് ഇങ്ങനെ കുറച്ച് സെക്സി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇരുന്ന് കാണും. നമ്മുടെ മലയാളികൾക്കുള്ള ലൈംഗിക ദാരിദ്ര്യത്തെ മുതലാക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള സ്ത്രീകൾ വന്നിട്ട്. ഒരുപാട് എണ്ണത്തിൽ ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ടെങ്കിലും മെമ്പർഷിപ്പ് ലൈവ് കൊടുത്തിട്ട് തുണി അഴിക്കുന്ന 2ാമത്തെ ക്യാരക്ടറാണ് ഈ ഒരു യുവതി എന്ന് പറയുന്നത്. എന്തായാലും ചേച്ചിയുടെ കുറച്ച് ക്ലിപ്പുകൾ നമുക്ക് കാണാം. ഹലോ 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 രാത്രി എന്നാ കറിയാ? രാത്രി കറിയല്ലല്ലോ, ഞാൻ പറഞ്ഞില്ല ഇന്നലത്തെ ഇച്ചിരി ഇറച്ചിക്കറി ഇരിപ്പുണ്ടെന്ന് ഫ്രിഡ്ജിൽ, അത് ചൂടാക്കി, അത്രേ ഉള്ളൂ. ഇവിടെ എന്താ ഡാർക്ക് കളർ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ ശ്രദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഷേവ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. സോ എന്താ പറയാ, ഓക്കെ. ഇപ്പം ഞാൻ ശരീരം നോക്കുകയാണ്. അതെ, പ്രത്യേകിച്ച് ഒന്നുമില്ല. അവർ വീട്ടിൽ ചോറ് തിന്നു, ചായ കുടിച്ചു, ഇന്ന് ഇതാണ് കറി ഉണ്ടാക്കിയതാണ്, എന്താണ് സുഖമല്ലേ, ഇങ്ങനെ ചുമ്മാ ഇരുന്ന് വർത്താനം പറഞ്ഞു, വേറൊരു കുന്തവുമില്ല. അപ്പോൾ അതിന് അവർ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സെക്സിയാണ്. അപ്പോൾ അവിടെ ഇവിടെ ഒക്കെ കാണിച്ച് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളും സാരികളൊക്കെ കൊടുത്ത് ആൾക്കാരെ, അതായത് ആണുങ്ങളെ തന്നെ, ഇനി കൂടുതൽ പെണ്ണുങ്ങളുണ്ടോ എന്ന് അറിയില്ല, ലൈംഗിക ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങൾ ഉണ്ടാവാം ചിലപ്പം അറിയില്ല, എന്നാലും മെജോറിറ്റി ജെൻസാണ്, കുട്ടികളടക്കം ഇരുന്ന് കാണുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതാണ് ചേച്ചിൻ്റെ ഉദ്ദേശം, ഇങ്ങനെ സെക്സി ആയിട്ട് ഡ്രസ്സ് ധരിച്ച് വന്നിട്ട് മെമ്പർഷിപ്പ് ലൈവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ ഇവരൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നിഷ്കന്ന ചേച്ചീനെ പോലെ ഡെയിലി വന്നിട്ട് മെമ്പർഷിപ്പ് എടുക്കൂ, എന്നിലേക്ക് എണ്ണുകരൻ വാ എന്നൊന്നും ഇവർ പറഞ്ഞ് ഡെയിലി ആളെ കൂട്ടത്തില്ലാണ്ട്, ഇവർക്ക് വേണ്ടവർ വന്നാൽ മതി, അതാണ്, അത്രയേ ഉള്ളൂ. നിഷ്കന്നെ പോലെ ആക്രാന്തമൊന്നുമില്ല, പക്ഷെ നിഷ്കന്നേനേക്കാളും റേറ്റ് കൂടുതലാണ്. അപ്പം രണ്ടും ടാലിയായി പോകുമായിരിക്കും അല്ലേ, അറിയില്ല. എന്തായാലും മാന്യമായിട്ട് വീഡിയോ ചെയ്തിരുന്ന ഒരു ചേച്ചിയാണ് ആദ്യം. 1 വർഷത്തിന് മുന്നേ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് മാന്യമായ രീതിയിൽ വീഡിയോ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണിത്. അതാണ് ഈ ഒരു രീതിയിലോട്ട് മാറിയിരിക്കുന്നത്. കാശിനോടുള്ള ആക്രാന്തം കൊണ്ട് തന്നെ ആയിരിക്കും. കാരണം ഒന്നിട്ട് നോക്കിയ സമയത്ത് ക്ലിക്കായിപ്പോയി, പിന്നെ അതാ വരുന്നു പൈസ, പിന്നെ ആരെങ്കിലും വിടുവോ? എന്തായാലും യൂട്യൂബിന് ഇത്രയൊക്കെ സാധ്യതകൾ ഉണ്ടെന്ന് എനിക്ക് സത്യത്തിൽ അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. എന്തായാലും ഇതുപോലുള്ള ലേഡീസ് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളെയാണ് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു മൈൻഡിൽ പെണ്ണെന്ന് പറയുന്നത് ഈ ഒരു സെക്സിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു വസ്തുവായിട്ട് ചിത്രീകരിക്കുകയാണ് ഇതുപോലുള്ള ലേഡീസ് ചെയ്യുന്നത്. അപ്പോൾ ദയവേത് ഇതുപോലുള്ള പരിപാടികൾ നിർത്തിയാൽ നന്നായിരിക്കും ചേച്ചി. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.